ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ രാവിലത്തെ പണിയിലേക്ക് കിടന്നിരിക്കുകയാണ്. അപ്പോൾ പോണതുകൊണ്ടും പിന്നെ നേരെ നോക്കി നിൽക്കുന്നതുകൊണ്ടും 1 മണിക്കൂറിനുള്ളിൽ എല്ലാ പണികളും തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതായത് നമ്മൾ ചോറ് അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് വെക്കാനും കുറച്ച് വറുക്കാനും കൂടിയിട്ട് അളവും തൂക്കം നോക്കിയിട്ട് എണ്ണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് നമ്മളെടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാലയൊക്കെ തേച്ചിട്ട് നമ്മളതങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തലഭാഗം എടുത്തിട്ടാണ് കൂടുതലും കറി വയ്ക്കാറ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, പുളിങ്കറി കൂടെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ബാക്കിയും കൂടി വെട്ടി എരിഞ്ഞ് നമ്മളങ്ങനെ എന്ത് ചെയ്തു, പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടുക. അപ്പോൾ അതിൽ വറുത്താൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെളിച്ചെണ്ണയിൽ നമ്മളിട്ട് മുരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ സ്മെല്ല് നല്ലൊരു മണമാണ് വരിക കേട്ടോ. അപ്പോൾ നേരത്തെ ചോറിനാന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇച്ചിരി വെണ്ടയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് സ്കൂളിൽ മീനും മുട്ടയും അങ്ങനെയൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വെണ്ടയ്ക്ക് അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാരും വീഡിയോ എടുത്ത് തരാത്തതുകൊണ്ട് ഞാൻ തന്നെ ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഒരു ക്ലിപ്പിംഗ് കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ വിളിച്ചെണിപ്പിച്ച് പല്ലേപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പല്ലേപ്പിക്കാൻ കൊണ്ട് നിർത്തി കുറച്ച് കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് പല്ലേക്കുക. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ 2 പല്ലുകൾ പോയതുകൊണ്ട് ബസ്സിൽ പോയതാണെന്ന് പറയണ കേട്ടോ. ഞാൻ സ്കൂളിൽ പോയപ്പോൾ 2 പല്ലുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ 2 കാണാനല്ലേ, ചോദിച്ചപ്പോൾ പറഞ്ഞത് ബസ്സിൽ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അവൾക്ക് പിന്നെ മുടിയൊക്കെ കെട്ടി കൊടുക്കുക. പിന്നെ ആ നേരം കൊണ്ട് എൻ്റെ കുളി കഴിഞ്ഞു. അപ്പോൾ അവളുടെ കുളി കഴിഞ്ഞിട്ട് അവൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ എന്നും കെട്ടലൊന്നുമില്ല, അമ്മയാണ് അധികവും മുടി കെട്ടലും ചോറ് കൊടുക്കലൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇച്ചിരി സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവളുടെ മുടി കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുടി ഇപ്പോൾ അത്യാവശ്യം വളർന്ന് തുടങ്ങിയിട്ടുള്ളൂ വെട്ടിയതിന് ശേഷം. അപ്പോൾ ഞാൻ പോണ നേരത്താണ് കാണാൻ എനിക്ക് വന്നിട്ട്. അപ്പോൾ ടാറ്റൊക്കെ തന്നെ പറഞ്ഞു വിടും.